ഹലോ നീറ്റ് ആസ്പിരൻസ്, ഈ വർഷം തന്നെ 2022 നീറ്റ് പരീക്ഷ എഴുതി നിങ്ങളുടെ ഡ്രീം MBBS കോളേജിൽ സ്കോളർഷിപ്പോടെ കയറണം എന്നാണ് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇതാ എക്സാമിനർ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എക്സാമിനറിൻ്റെ നീറ്റ് സ്കോളർഷിപ്പോടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇനി നീറ്റ് 2022 ക്രാക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്കോളർഷിപ്പ് ഡീറ്റെയിൽസിൽ കിടക്കുന്നതിന് മുമ്പ് ഇത് ആരൊക്കെയാണ് ഇതിൽ എലിജിബിൾ? +2 എക്സാം കഴിഞ്ഞ് ഇപ്പം നീറ്റ് 2022 പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും എന്താണ് ഇതിൽ എലിജിബിൾ ആണ്. അതിൽ ഓൾറെഡി എക്സാമിൻ്റെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്തവരും ഇതിൽ എലിജിബിൾ ആണ് കേട്ടോ. ഓക്കെ, അപ്പം എന്താണ് നിങ്ങൾക്ക് സ്കോളർഷിപ്പിൽ കിട്ടുക എന്നുള്ള കാര്യം പറഞ്ഞുതരാം. അതിനുശേഷം എങ്ങനെയാണ് സ്കോളർഷിപ്പ് എടുക്കുക എന്നുള്ള കാര്യങ്ങളും പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ സ്കോളർഷിപ്പ് എക്സാം ആയിരിക്കും നടത്തുക അല്ലേ? എല്ലാവർക്കും സ്കോളർഷിപ്പ് കിട്ടില്ല. സ്കോളർഷിപ്പ് എക്സാം നടക്കും. ആ എക്സാമിൽ ടോപ്പ് ചെയ്യുന്നവർക്കായിരിക്കും സ്കോളർഷിപ്പ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന ആൾക്ക് 5000 ക്യാഷ് പ്രൈസും നിങ്ങൾക്ക് എക്സാമിനറിൻ്റെ നീറ്റ് ക്രാഷ് ബാച്ചിൽ ഫ്രീ ആയിട്ടുള്ള അഡ്മിഷനും കിട്ടും. നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയലും എല്ലാം കിട്ടും. സെക്കൻഡ് കിട്ടുന്ന ആൾക്ക് 3000 ക്യാഷ് പ്രൈസ് ആയിരിക്കും സ്കോളർഷിപ്പ് ആയിട്ട് കിട്ടുക. അത് കൂടാതെ അഡ്മിഷനും കിട്ടും. എല്ലാവർക്കും അഡ്മിഷൻ എന്തായിരിക്കും നിങ്ങളുടെ ബാച്ചിലേക്ക് കിട്ടും. തേർഡ് റാങ്ക് കരസ്ഥമാക്കുന്ന സ്റ്റുഡൻറ്റിന് 2000 രൂപയായിരിക്കും ക്യാഷ് പ്രൈസ് ആയിട്ട് കിട്ടാൻ പോകുന്നത്. അതുപോലെ 4th to 20th റാങ്ക് വരെ വാങ്ങുന്ന സ്റ്റുഡൻസിന് എല്ലാവർക്കും സ്കോളർഷിപ്പ് ഉണ്ടാവും. 1000 rupees ഈച്ച് ആയിരിക്കും 4th to 2000 അല്ല 20th വരെ റാങ്ക് വാങ്ങുന്ന ആൾക്ക് 2000 വരെ കൊടുത്താൽ പ്രശ്നമില്ലേ. 1000 rupees ഈച്ച് ആയിരിക്കും നിങ്ങൾക്ക് സ്കോളർഷിപ്പ് പ്രൈസ് ഉണ്ടാവും. ഇത് കൂടാതെ നിങ്ങൾക്ക് എന്താണ് എക്സാമിൻ്റെ ക്രാഷ് കോഴ്സിൽ ഫ്രീ ആയിട്ട് അഡ്മിഷൻ കിട്ടും. ഓക്കെ, ഇനി ഇത് എല്ലാവർക്കും എഴുതാവുന്നതാണ്. ഏത് സ്റ്റുഡൻറ്റിനും പങ്കെടുക്കാൻ പറ്റുന്ന സ്കോളർഷിപ്പ് പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. നിങ്ങൾക്ക് തന്നെ പ്രൂവ് ചെയ്യാം നിങ്ങളെ കൊണ്ട് ഇത് പറ്റും എന്നുള്ള കാര്യം. കാരണം ഏറ്റവും ബെസ്റ്റ് കേരളത്തിലെ സ്റ്റുഡൻസ് ആയിരിക്കും ഈ പരീക്ഷ എക്സാമിനറിൻ്റെ സ്കോളർഷിപ്പ് പരീക്ഷ എഴുതാൻ പോകുന്നത്. ഈ പരീക്ഷയിൽ തന്നെ നിങ്ങൾ ഫസ്റ്റ് ഒരു 50 റാങ്കിൽ വരികയാണെങ്കിൽ അതിന് അർത്ഥം എന്താണ്? നിങ്ങൾ 100% നിങ്ങൾ ഉറപ്പിച്ചോ ഈ വർഷത്തെ നിങ്ങളുടെ നീറ്റ് പരീക്ഷയിൽ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ വർഷം തന്നെ നിങ്ങൾക്ക് എന്താണ് നല്ലൊരു ഓൾ ഇന്ത്യ റാങ്ക് അടിക്കാൻ പറ്റുമോ? ഒരു സംശയമില്ല. കാരണം ഏറ്റവും ബെസ്റ്റ് കേരളത്തിലെ സ്റ്റുഡൻസ് ആണ് ഈ ഒരു സ്കോളർഷിപ്പ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 20 സ്റ്റുഡൻസിന് സ്കോളർഷിപ്പ് ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക. ആർക്ക് വേണ്ട പരീക്ഷ എടുക്കാം. ഇനി ഓൾറെഡി ജോയിൻ ചെയ്തവരാണല്ലോ, സാർ ഞാൻ ഓൾറെഡി ജോയിൻ ചെയ്ത് പോയി ഫീസൊക്കെ കൊടുത്തിട്ട് അങ്ങനെയാണ് എനിക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവർക്കും ഇത് എടുക്കാൻ പറ്റും. ഓൾറെഡി ജോയിൻ ചെയ്ത ആളാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഈ സ്കോളർഷിപ്പ് എക്സാം എഴുതി നിങ്ങൾ ഈ ഫസ്റ്റ് 20 റാങ്കിൽ വന്നാൽ നിങ്ങൾ അടച്ച ഫീസ് തിരിച്ചങ്ങോട്ട് തരും. ഓക്കെ, നിങ്ങൾ അടച്ച ഫീസ് തിരിച്ചു തരും. ഈ ക്യാഷ് പ്രൈസും കൂടെ അങ്ങോട്ട് തരും. ഓക്കെ, അപ്പോൾ ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ജോയിൻ ചെയ്ത സ്റ്റുഡൻസിന് ഇനി ജോയിൻ ചെയ്യാൻ പോകുന്ന എല്ലാവർക്കും എന്താണ് ഇത് വാലിഡ് ആയിരിക്കും. പക്ഷേ ഈ സ്കോളർഷിപ്പ് എക്സാം ഒറ്റ ദിവസം ഉണ്ടാവുള്ളൂ. ആ സ്കോളർഷിപ്പ് എക്സാം എന്നായിരിക്കും എന്നുള്ള ആദ്യം പറഞ്ഞാൽ അതിനുശേഷം ഇങ്ങനെ എടുക്കാമെന്ന് പറയാം കേട്ടോ. ഈ സ്കോളർഷിപ്പ് എക്സാമിന് നിങ്ങൾക്ക് ഒറ്റ ചാൻസേ കിട്ടുള്ളൂ. നാളെ സാറ്റർഡേ 7th May ഇതിൻ്റെ എക്സാം ഉണ്ടാകാൻ പോകുന്നത്. 2 PM നമ്മുടെ ആപ്പിൽ കയറി എക്സാം എടുക്കുന്ന എല്ലാവർക്കും, ആ എക്സാം കംപ്ലീറ്റ് ചെയ്യുന്ന എല്ലാവരും ഇതിന് എലിജിബിൾ ആണ്. അതിൽ നിന്ന് റാങ്ക് ലിസ്റ്റിൽ വരുന്ന എല്ലാവർക്കും സ്കോളർഷിപ്പും ലഭിക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ എക്സാം നീറ്റ് ബേസ്ഡ് തന്നെയായിരിക്കും. നിങ്ങളുടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി സിലബസ് ബേസ്ഡ് ആയിരിക്കും. ഈ പരീക്ഷ എടുക്കാൻ വേണ്ടി നിങ്ങൾ ആകെ ചെയ്യേണ്ടത് എക്സാമിനർ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ശ്രദ്ധിക്കുക, +1 നീറ്റും +2 നീറ്റും എന്നല്ല, നീറ്റ് ക്രാഷ് എന്ന് പറഞ്ഞ ഐക്കൺ വേണം നിങ്ങൾ ക്ലാസ് ആയിട്ട് സെലക്ട് ചെയ്യാം കേട്ടോ. 11, 12 ഒന്നും അല്ല, നീറ്റ് ക്രാഷ് തന്നെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഹോം ടെസ്റ്റ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. അപ്പോൾ വേറെ എന്തൊക്കെയോ ഉണ്ട്, അതൊന്നും നിങ്ങൾ എടുക്കേണ്ട. ഹോം ടെസ്റ്റ് എന്ന് പറഞ്ഞ സെക്ഷനിൽ പോയാൽ നീറ്റ് കാണാം. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നീറ്റ് സ്കോളർഷിപ്പ് ടെസ്റ്റ് കാണാം. ഇത് നാളെ 2 മണിക്കായിരിക്കും ആക്ടിവേറ്റ് ആവുക. അതിന് മുൻപ് നോക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവുക. ഇവിടെ ആയിരിക്കും സാധനം ഉണ്ടാവുക. അത് കൃത്യം 2 മണിക്ക് പോയാൽ എടുക്കാം. ആ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. ഓക്കെ, പിന്നീട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കൃത്യം 2 മണിക്ക് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക, കംപ്ലീറ്റ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, 3 hours എക്സാം ആയിരിക്കും, 720 മാർക്സ്, കംപ്ലീറ്റ് നീറ്റ് ഫോർമാറ്റ് ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് സമയം ഇരുന്ന് തന്നെ ചെയ്യണം. ബട്ട് ഇറ്റ് വിൽ ബി വർത്ത് ഇറ്റ്. ബിക്കോസ് നിങ്ങൾക്ക് എന്താണ് സ്കോളർഷിപ്പ് കിട്ടും, അതുകൂടാതെ അഡ്മിഷനും കിട്ടും. ഈ വർഷം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം MBBS കോളേജിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും എക്സാമിനും നിങ്ങൾക്ക് വേണ്ടി ഫ്രീ ആയിട്ട് തരും കേട്ടോ. പക്ഷേ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ കയറണം. ഓക്കെ, ഇനി ഒരു ചെറിയ കാര്യം, ഞങ്ങൾക്ക് അറിയാം നിങ്ങളിൽ പലരും ഭയങ്കര ബുദ്ധിമാന്മാരൊക്കെ ഉണ്ടെന്ന് അറിയാം. അപ്പോൾ ചിലവരൊക്കെ എന്താണ് ഈ ടെസ്റ്റ് ഗെയിം ചെയ്യാൻ നോക്കും. അത് അറിയുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ എക്സാം എഴുതി നിങ്ങളുടെ സ്കോറിൻ്റെ ബേസിസിൽ മാത്രമായിരിക്കില്ല നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ പബ്ലിഷ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഒരു ഫോൺ ഇൻ്റർവ്യൂ ഉണ്ടാവും. ഫോൺ ഇൻ്റർവ്യൂവിൽ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങൾ തന്നെയാണോ ഈ എക്സാം എഴുതിയത് ഞങ്ങൾക്ക് ബോധ്യമാവുകയാണെങ്കിൽ നിങ്ങളെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തും. അതല്ലാതെ ഞങ്ങൾക്ക് ബോധ്യമാണ് ഒബ്വിയസ്ലി എന്താണ് നിങ്ങളതൊന്ന് പുറത്താക്കും അല്ലേ, റാങ്ക് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഉടായിപ്പ് കളിയൊന്നായിട്ട് വരണ്ട. അതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങളുടെ സമയം കളയുന്നേ ഉള്ളൂ. അപ്പോൾ ജെന്യുവൻ ആയിട്ട് ടെസ്റ്റ് എടുക്കാൻ പോകുന്ന എല്ലാവർക്കും എന്താണ് ഈ സ്കോളർഷിപ്പ് യൂസ്ഫുൾ ആയിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഒരു ഫോൺ ഇൻ്റർവ്യൂ ഉണ്ടാവും. ജസ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കും. അതിനും നിങ്ങൾ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള കാര്യം പറയണം. രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഉടനെ തന്നെ എന്താണ് പറ്റുന്നത്രയും മാക്സിമം സ്പീഡിൽ എന്താണ് നമ്മൾ റിസൾട്ട് പബ്ലിഷ് ചെയ്യും. ബിക്കോസ് നമ്മൾ മൺഡേ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്.
ചിലപ്പോൾ അതിന് മുൻപ് പറ്റില്ല എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വീക്ക് തന്നെ എന്താണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് ഉടനെ തന്നെ നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഓൺലൈൻ വന്നിട്ട് വീണ്ടും യൂട്യൂബിൽ വന്നിട്ടായിരിക്കും പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇടയിൽ വെച്ചിട്ട് എക്സാമിനർ വിഴുങ്ങുന്നില്ല. എല്ലാവർക്കും സ്കോളർഷിപ്പ് 20 പേർക്കും കിട്ടുന്നതായിരിക്കും. 100% ഗ്യാരണ്ടീഡ് ആണ്. പക്ഷേ ഡിലേ വരും എന്നുള്ള കാര്യത്തിൽ ഓബ്വിയസ് ആണ് അല്ലേ, കാരണം ഇതൊക്കെ ചെയ്ത് കഴിയേണ്ട. അപ്പോൾ ഡിലേ വരും. അതുകൊണ്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങുക. മൺഡേ തന്നെ അതിന് കൂടാതെ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ള കാര്യം നിങ്ങൾ എന്താണ് ഉറപ്പിക്കുക കേട്ടോ. ഗിവൺ നിങ്ങൾ റാങ്ക് ലിസ്റ്റ് വന്നെങ്കിൽ കേട്ടോ. അപ്പം അടിപൊളിയായിട്ട് ഇനി പഠിക്കാൻ വേണ്ടി റെഡി ആയിക്കോളൂ. കേരളത്തിലെ ബെസ്റ്റ് അച്ചീവേഴ്സിനെ എക്സാമിനറിൻ്റെ ഭാഗത്ത് നിന്ന് എക്സാമിനർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ എക്സാമിനർ ചെയ്തിരിക്കും. അതിനു വേണ്ടിയുള്ള ജേർണി നമ്മൾ തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് എവരിവൺ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ, കീപ് സ്റ്റഡി.